ഗോവിന്ദേട്ടാ, ഇതെന്താ ഇത്രയും ലഗേജ് ഒക്കെ ആയിട്ട്? വിശേഷിച്ചൊന്നുമില്ല. എന്റെ ഭാര്യയുടെ 16 അടിയന്തരത്തിലുള്ളതാ. എന്ത് ചെയ്യാനാ, പിടക്കോടികൾ കൂവുന്നു. നമ്മൾ പുരുഷന്മാർ മുട്ടയിട്ടിട്ട് ഓഫീസിൽ പോകുന്നു, ജോലി കഴിഞ്ഞ് തിരിച്ചു ചെന്നിട്ട് വേണം അടയിരിക്കാൻ. അതാണ് കാലം. തന്റെ ദാമ്പത്യ ജീവിതം എങ്ങനുണ്ട്? സത്യം പറഞ്ഞ എന്റെ കാരണവന്മാരെയൊക്കെ വെടിവെച്ച് കൊല്ലാനാ തോന്നുന്നു. ഓഹോ, അപ്പൊ അനുഭവിച്ച് കല്യാണത്തിന് ഒരുങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞതാ, മോനെ ദേവദാസ, വേണ്ട, അറിഞ്ഞുകൊണ്ട് ചതുപ്പ് നിലത്തിൽ കാലുകുത്തരുതെന്ന്. പക്ഷെ അപ്പൊ നീ എന്നെ ധിക്കരിച്ചു. അനുഭവി രാജാ, അനുഭവി. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എന്നെ പോലെ നിന്റെ ജീവിതം നാളെ നക്കിയില്ലേ, എനിക്ക് സമാധാനമായി. ചേട്ടൻ തെറ്റിദ്ധരിച്ചു. ഞാൻ കാരണവന്മാരെ പഴി പറഞ്ഞ അതിനൊന്നുമല്ല. പിന്നെ ശിശുക്കളായിരിക്കുമ്പോ തന്നെ ആണിനെയും പെണ്ണിനെയും വിവാഹം കഴിപ്പിക്കുന്ന ആ പഴയ സമ്പ്രദായം കാരണവന്മാര് വീണ്ടും കൊണ്ടുവന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യു മീൻ ചൈൽഡ് മാരേജ്? അതെ, സത്യത്തിൽ ഇപ്പോഴാ ഫീൽ ചെയ്യുന്നത്. എത്ര വർഷമാണ് ഞാൻ ഒറ്റത്തടിയായിട്ട് വേസ്റ്റ് ചെയ്ത് കളഞ്ഞത്. ഗോവിന്ദേട്ടാ, വേറൊന്നും കൊണ്ട് പറയല്ല, എന്റെ സങ്കല്പത്തിലുള്ള അതേ ഭാര്യ. കാലത്തെഴുന്നേറ്റ് കുളിച്ചീറൻ മാറി പുളിയിലക്കര മുണ്ടെടുത്ത് ഒരു കുറിഞ്ഞി പൂച്ചയുടെ മൃദുലതയോടെ മെല്ലെ മെല്ലെ നടന്നു വന്ന് അവൾ എന്നെ വിളിച്ചുണർത്തും. എന്തിന്? ബെഡ് കോഫി തരാൻ. എന്നിട്ട് കുളിച്ചു വരുമ്പോഴേക്കും കയ്യിൽ രാസ്നാദി പൊടിയുമായിട്ട് അവൾ കാത്തിരിക്കുന്നുണ്ടാവും. മൂർധാവിൽ അവൾ തന്നെ നന്നായി തിരുമ്മിത്തരും. ഇല്ലെങ്കിൽ തലയിൽ നീരിറങ്ങും അത്രേ. തിരുമ്മി കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ കുട്ടിയെ പോലെ എന്നെ അണിയിച്ചൊരുക്കും. കുപ്പായത്തിന്റെ ബട്ടൺസ് എങ്ങാനും പൊട്ടിയാൽ അപ്പൊ തന്നെ തുന്നിത്തരും. എന്നിട്ട് തീൻമേശയിൽ പ്രഭാത ഭക്ഷണം എല്ലാം റെഡി. വിളമ്പിയതെല്ലാം ഞാൻ വയറ് നിറച്ച് കഴിച്ചോണം, അല്ലെങ്കിൽ പരിഭവ. മതിയെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. പിന്നെ ഓഫീസിലേക്ക് പുറപ്പെടാൻ നേരത്ത് എന്നും ഒരു സ്പെഷ്യൽ സമ്മാനം തരും. സമ്മാനമോ? എന്താ അത്? സോറി ദേവദാസ്. ഭാര്യ തന്നെ എന്താ വിളിക്കാറ്? ഏട്ടാന്ന്, ചിലപ്പോ ദേവേട്ടാന്ന്. ഏട്ടൻ എന്താ വിളിക്കാറ്? കോന്താന്ന്. ചിലപ്പോ കുറച്ച് മയത്തിൽ കിഴങ്ങാന്ന്. എന്തായാലും ഞാനൊരു മനുഷ്യനാണെന്ന് അവൾ അംഗീകരിച്ച് ചെന്നിട്ടുണ്ട്. കൂടെ കൂടെ എടോ മനുഷ്യാന്ന് വിളിക്കാറുണ്ട്. പോയപ്പോ ഒരു കാര്യം പറയാൻ മറന്നു. കുറച്ച് മണ്ണെണ്ണ വേണം. എന്തിനാ? ആത്മഹത്യ ചെയ്യാൻ പോകണോ? ഞാനിപ്പോ അല്ലെന്ന് അമ്മയ്ക്കാ. തള്ളേ തട്ടാനോ? ഞാൻ ഉടനെ വാങ്ങിച്ചോണ്ടിരാണ്. അതല്ലെന്ന്, അമ്മയ്ക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണം. ഗ്യാസ് ഉപയോഗിച്ചാൽ മുതലാവത്തില്ല, അതുകൊണ്ടാ. എന്റെ ഈശ്വര, കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു ഞണ്ണി കുളമാക്കിയിട്ട് പോയതല്ലേ തള്ളയും മോനും. പിന്നെന്തിനാ ഉടനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അയ്യോ, പറഞ്ഞു നാക്ക് മൗത്തിലോട്ടിട്ടില്ല. ദേ വരുന്നു തീറ്റിപ്പണ്ടാരങ്ങൾ. ഇതെല്ലാം വെട്ടി അരിഞ്ഞ് മുമ്പിലോട്ടിട്ടുള്ളൂ. ബാഷ കേട്ടിട്ട് ശരീരം നന്നാക്കണം അമ്മേ. അതിന് മാത്രം എന്താ ഉണ്ടായത്? ഗോവിന്ദൻ പറയാ അമ്മയും കുഞ്ഞുമോനും തീറ്റി പണ്ടാരങ്ങളാണെന്ന്. അതെന്ത് പണ്ടാരോ? അതൊരു തരം വൃത്തികെട്ട ജീവിയാണമ്മേ. എന്നാ എവിടെയാവൻ? അകത്ത്. അമ്മച്ചി അവിടെ വേണ്ട കേട്ടോ, മർമ്മമാണ്. അളിയനോ? അളിയപ്പോ ജാമ്യത്തിൽ ഇറങ്ങി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ കേമത്വം കൊണ്ടാണ് എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തന്നെന്ന് തോന്നുന്നുണ്ടോ? ആ കുരിശിനെ ചുമക്കാൻ മറ്റാരെയും കിട്ടില്ല എന്നറിഞ്ഞപ്പോ എന്റെ പടലിൽ കെട്ടിവെച്ചു. എവിടുന്നൊക്കെ അന്വേഷണം വന്നതാ? പൊന്നും പണവും തരണ്ടാന്ന് വെച്ചാ ഞങ്ങളുടെ കുടുംബക്കാരന് എന്നെ കെട്ടിച്ചു തന്നത്. ഈറ പരട്ട തള്ള. കുടുംബക്കാരന് ഇപ്പൊ കുതിരക്കാരനായി. അച്ഛനുള്ളപ്പോ പറമ്പി പോലും കയറ്റത്തില്ലായിരുന്നു. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തേങ്ങ മോട്ടിച്ചതിന് എന്റെ അച്ഛൻ തന്നെ മുതുക്കിൽ കെട്ടിയിട്ട് തല്ലിയത് മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാടാ തേങ്ങ തലയാണ് നിന്റെ അപ്പൻ ചത്തത് തെണ്ടി. എന്റെ ചേച്ചീന് കണ്ണീര് കുടിപ്പിച്ച ചേച്ചി ഞാൻ വിധവേക്കാനും മടിക്കില്ല. കരടി കനകാമ്പന്റെ മോനാ ഞാൻ, പറഞ്ഞേക്കാം. കരടി വീട്ടിൽ വന്നോ അതോ അമ്മ കാട്ടിപ്പോയോ? എന്താ തുറിച്ചു നോക്കുന്നത്? ഒരു കൊച്ചു വിച്ചാത്തിയും അരമണിക്കൂർ പവർ കട്ടും അത്ര മാത്രം മതി എനിക്ക് തന്റെ കഥ കഴിക്കാൻ. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. ആനമയക്കിയെ പേടിക്കണം, ആന മൂത്രത്തെ പേടിക്കണം. ഈ ഗോവിന്ദൻ ആരാണെന്ന് ഇന്ന് രാത്രി പവർ കട്ടില്ലാതെ തന്നെ നീ അറിയും. ഞാനിപ്പോ എന്റെ സിസ്റ്ററുടെ വീട്ടിലുള്ള. അതെ, കുറച്ച് ദിവസം കൂടെ കാണും. നോ, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. എസ്റ്റിന് കാശോ അത് അളിയെ കൊടുത്തോളൂ. പിന്നെ അളിയൻ നല്ല കുക്ക.
നല്ല ഫുഡാ, ജസ്റ്റ് ടൈം പാസ്. ആ പിന്നെ എന്റെ ഇവിടുത്തെ നമ്പർ നോട്ട് ചെയ്തോളൂ. 330437. ആ, ആർക്കാ? പ്രൈം മിനിസ്റ്റർക്കാണോ നമ്പർ കൊടുത്ത്? ഞാൻ പിന്നെ വിളിക്കാം. പ്രൈവസിയോടൊന്ന് ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ലേ? ഇത് വലിയ ഡിസ്റ്റർബൻസ് ആയല്ലോ. Stupid. ആഹാ, അതായത് സ്റ്റാർ ടി വി ആണ് ഇഷ്ടമല്ലേ? ഇതൊരു ശല്യമായല്ലോ. സ്പോർട്സ് മാഗസീൻ ആണോ? അതെ, ഇയാൾക്ക് എന്താ വേണ്ടേ? നിന്നെ എന്നെയോ? നിന്നെ ഞാൻ കൊല്ലും. നീ എന്താടാ പറഞ്ഞത്? എന്നെ കൊല്ലാൻ ഒരു കൊച്ചു പിച്ചാത്തി പവർ കെട്ട് മതിയെന്നു. എനിക്ക് അതും വേണ്ടടാ. ഇച്ചി പരീക്ഷ. ഇന്ന് രാത്രി പവർ കെട്ടിന് മുമ്പ് നിന്നെ ഞാൻ തട്ടും. എന്നെ തല്ലിയല്ലേ? തല്ലുക മാത്രമല്ലടാ പുല്ലേ, ഉച്ചക്ക് എലിയെ കിട്ടിയതുപോലെ ഇങ്ങനെ അടിച്ചു കടിച്ചു പറിച്ചു മാന്തി ഒരര പരുവമാക്കിയിട്ടേ നിന്നെ ഞാൻ തിന്നുകൊള്ളടാ. എന്നീ കാളപ്പൂച്ചത്തെ രക്ഷിക്കണേ. അയ്യോ നാട്ടുകാരെ, അയ്യോ പച്ചക്കളറി പുറകെ കിടന്ന സിമ ഉണർന്നു. അല്ല, അവനെ ഉണർത്തി. ഇന്ന് രാത്രി പവർ കെട്ടിന് മുമ്പ് അവനെ തട്ടും. ആരെങ്കിലും നിർത്താ അവരെ ഞാൻ തട്ടും. അവൻ പോയി. കൊല്ലും ഞാൻ. ഭർത്താവ് എന്ന നിലയിൽ എന്റെ ഗതികേട് നിങ്ങൾ മനസ്സിലാക്കണം. പരിസ്ഥിതി സംരക്ഷണ സമിതി മുതൽ ഓടുന്ന ബസിന്റെ വേഗത കുറയ്ക്കാൻ വരെ ഈ നാട്ടിൽ സംഘടനകളുണ്ട്. അടിച്ചമർത്തപ്പെട്ട ഒരു ഭർത്താവിന്റെ വികാരം മനസ്സിലാക്കി മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ഈ നാട്ടിൽ സംഘടനയില്ല, സമിതികളില്ല. സംഘടന ഉണ്ടാക്കാം. കാലത്താവട്ടെ. ഇപ്പൊ അകത്തോട്ട് കയറും. അകത്തോട്ട് കയറും. എനിക്കിപ്പൊ സംസാരിക്കണം. ദേ, എന്നെ പോലെ തന്നെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവൻ അയ്യോനും. ദേ നിൽക്കുന്നു ഐശ്വര്യ ദേവത മഹാലക്ഷ്മി. ഇവരെ ഞാൻ നമിക്കുന്നു. ദേ നിൽക്കുന്നു ശൂർപ്പണക. എവളെ ഞാൻ തൊഴിക്കുന്നു. എന്തോ സഹിക്കാനാവാത്ത പ്രശ്നമാണ്. അതെ, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ഇതിലാരും ഇടപെടണ്ട, ഞങ്ങൾ തന്നെ തീർത്തോളാം. ഒന്ന് പോയേ, കൈവിട്ടെ. ആരും പോകരുത്. എനിക്ക് വെളുക്കോളം പറഞ്ഞെടുത്തോളൊക്കെ മതി. കൈവിട്ടെ, വിടാൻ. അതെ, നമുക്ക് അകത്ത് പോയി എല്ലാം പറഞ്ഞു തീർക്കാം. അകത്തോടിയല്ലേ പോ. എന്തായിരുന്നു പ്രശ്നം? അമ്മ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, ഇനി ഒന്നും പറയണ്ട. എന്ത് കഷ്ടം ഇത്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഞങ്ങൾ പോവാ. അവിടെ നിൽക്കാൻ ഇങ്ങനെ പേടിച്ചു പോയാലോ? എനിക്കൊരു ധൈര്യവും ഇല്ല. നീ ഓഫീസിൽ പോകുന്ന സമയത്തെങ്ങാനും ആ മഹാഭാവി എന്റെ മോന്റെ കഴുത്ത് ചരിച്ചു കൊന്നാലോ? പതിനെ ഇരുന്ന് ഉരുളി കമത്തിയും കിട്ടിയതായവനെ. ഇല്ലടാ, വേണ്ട. പവർ കട്ടിൽ ഷെഡ്യൂൾ ഇല്ലാത്ത എന്റെ നാട്ടിൽ ഞാൻ ധൈര്യപൂർവ്വം ജീവിച്ചോളാം. നോക്കണ കണ്ടില്ലേ, ആ മൂദേവിയാ എല്ലാത്തിനും കാരണം. കൂടോത്രമോ മാരണമോ എന്ത് ചെയ്താലും ശരി, അവരുടെ കുടുംബം കലക്കിയാലേ നിനക്കിവിടെ സ്വസ്ഥത കിട്ടൂ. പറഞ്ഞേക്കാം. അമ്മ വരുന്നുണ്ടോ? നാട്ടിലെത്തി നാണുവൈദ്യരെ കണ്ടിട്ട് വേണം മേലാസകരൊന്നും ഒഴിയാൻ. വാടാ മോനെ, ഒരു വയസ്സ് സഹായിക്കമ്മേ. അമ്മേ, അയ്യോ അയ്യോ. സത്യത്തിൽ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? ഒരു അലർച്ചയും ഒപ്പം കറണ്ട് പോകുന്നതും കണ്ടു. നീ അതെങ്കിലും കണ്ടല്ലോ, ഞാൻ അതും കണ്ടില്ല. മുഖത്ത് വെള്ളം വീണപ്പോഴാ ഓർമ്മ വീണത്.
കണ്ണൂർന്ന് നോക്കിയപ്പോ മുമ്പിലൊരു മത്തങ്ങ. മത്തങ്ങയോ? ആ, അതിന് 2 ഉണ്ട കണ്ണും ഒരു മൂക്കും. എന്റെ ഭാര്യയിടും. ആർഷഭാരതത്തിൽ എന്നെ പോലെ ഒരു ഭർത്താവിനെ രക്ഷിക്കാൻ ഒരു നിയമവും ഇല്ല അനിയ. ഭാര്യയ്ക്ക് ഭർത്താവിനെ തല്ല, ഭർത്താവ് ഭാര്യയെ നോക്കി ഒന്ന് തുമ്മിയാ പിന്നെ കേസായി, പീഡനമായി, പുകിലായി. എന്റെ ദൈവമേ. എന്താ ഭർത്താക്കന്മാർ രണ്ടും കൂടെ വല്ല യൂണിയനും ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണോ? കാര്യങ്ങൾ ഇത്തരത്തിലാണെങ്കിൽ ചിലപ്പോൾ അതും വേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് ക്രൂരമായി പോയി. ദാമ്പത്യത്തിൽ സ്ത്രീ സമത്വം ആവാം, പക്ഷെ മേധാവിത്വം പാടില്ല. പെങ്ങളെ ഓട്ടോറിക്ഷ ഓടിച്ചത് കൊണ്ടോ മരം കയറിയത് കൊണ്ടോ ഹൈ ഹീൽഡ് ചെരുപ്പിട്ടത് കൊണ്ടോ ഒന്നും പുരുഷനൊപ്പം എത്താൻ പറ്റില്ല. സൃഷ്ടിച്ച ബ്രഹ്മാവ് പോലും പുരുഷന് തലച്ചോറും പെണ്ണിന് ഗർഭപാത്രവും നൽകിയാ പടച്ചുവിട്ടത്. പെണ്ണൊരും പെട്ടാൽ പടച്ചുവിട്ട ബ്രഹ്മാവിന് പോലും രക്ഷ കിട്ടില്ലെന്ന് അറിയാലോ. അറിയാം, പക്ഷേ കുലീനയായ ഒരു പെണ്ണിന്റെ നന്മകളിലൂടെ നല്ലൊരു കുടുംബം ഉണ്ടാവും. നല്ലൊരു കുടുംബം ഉണ്ടെങ്കിലേ നല്ലൊരു സമൂഹം ഉണ്ടാവും, നല്ലൊരു സംസ്കാരം ഉണ്ടാവും. അതെ, അറിയാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ പുരുഷന്മാർ ഉദ്ദേശിക്കുന്ന കുലീനയായ സ്ത്രീ ഏതാ? ഞാൻ പറഞ്ഞുതരാം. സാധുവായ കഠിനമായി ജോലി ചെയ്യുന്ന, എല്ലായ്പ്പോഴും അടിമയെ പോലെ ഭർത്താവിനെ അനുസരിക്കുന്നവൻ നല്ല സ്ത്രീ. അവൾക്കൊരു ജോലിക്കാരിയുടെ സ്ഥാനം മാത്രമേ നിങ്ങൾ ഭർത്താക്കന്മാർ നൽകിയിട്ടുള്ളൂ. അല്ല, ഭർത്താവിന് വേണ്ടി പാചകം ചെയ്യുന്നു, വസ്ത്രങ്ങൾ കഴുകുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, കുട്ടികളെ നോക്കുന്നു എന്ന് പരിഭവിക്കുന്നവളല്ല, പരിതപിക്കുന്നവളല്ല നല്ല ഭാര്യ. ഇതൊക്കെ തന്റെ മാത്രം അവകാശമാണെന്ന് കരുതി സന്തോഷത്തോടെ അഭിമാനത്തോടെ ചെയ്യുന്നവളാണ് നല്ല ഭാര്യ. ഒരു ജോലിക്കാരിക്ക് കിട്ടുന്ന ശമ്പളം മാത്രമാണ് ഒരു ഭാര്യയ്ക്ക് കിട്ടുന്ന ഒരു ആയുസിന്റെ മുഴുവൻ സ്നേഹമാണ്, സംരക്ഷണമാണ്. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റും. പേപ്പർ ഉണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാം. അങ്ങനെയും വരയ്ക്കാം. വാദപ്രതിവാദത്തിനൊന്നും ഞാനില്ല. ഒരു സത്യം പറയാം, ഒരു സ്ത്രീയുടെ പൂർണ്ണത പുരുഷനിലൂടെയാണ്, പുരുഷന്റേത് സ്ത്രീയിലൂടെ. അയൽക്കാരാ, തന്റെ മാതൃകാ ദാമ്പത്യം താമസിയാതെ ഞാൻ കുളമാക്കി തരാം. അല്ല, മീർച്ചയോ? പലപ്പോഴും കരുതും ഒന്നിങ്ങോട്ട് ഇറങ്ങണമെന്ന്. ഉടനെ വരും എന്തെങ്കിലും തലവേദന. ജോലി തിരക്കിനിടയിൽ എവിടെയാ സമയം? ചേച്ചി ഓഫീസിൽ പോയില്ലേ? ഇല്ല, ലീവ് എടുത്തു. കാലത്ത് എഴുന്നേറ്റപ്പോ ഒരു മടി. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് ഇങ്ങനെ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടേ. ജോലിയൊക്കെ കഴിഞ്ഞോ? അതൊക്കെ 7 മണിക്ക് മുമ്പേ കഴിഞ്ഞു. അയ്യോ, 7 മണിക്കോ? അപ്പൊ എത്ര മണിക്ക് എഴുന്നേക്കും? 4:30. 5 മണിക്ക് ദേവേട്ടന് ബെഡ് കോഫി ശീലമല്ല, ശീലിപ്പിച്ചു അല്ലേ? ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നേ. എന്നും അതിരാവിലെ എഴുന്നേക്കും, എന്നിട്ട് ഭർത്താവിന്റെ പാദം തൊട്ട് വന്നിക്കും. ഒരു ദിവസമേ എനിക്ക് തീരെ വയ്യാത്തോണ്ട് ഞാൻ അല്പം ഒന്ന് ഉറങ്ങിപ്പോയേ. ഒറ്റ ചവിട്ട് കിടക്കുന്ന ഞാൻ പറയില്ല. എന്റെ നട്ടല്ലൊടിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ കെഞ്ചി പറഞ്ഞു, ചേട്ടാ എനിക്ക് തീരെ വയ്യ, ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ റെസ്റ്റ് എടുത്തോട്ടെന്ന്. കേട്ടില്ല, ഒക്കെ എന്റെ അഭിനയാത്രേ. കിട്ടി പടേ 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 പടേന്ന് മുതുകത്ത്. അയ്യോ, ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞുപോയി. എന്നിട്ടെന്താ, വയ്യാത്ത ഞാൻ അടുക്കളയിൽ ചെന്ന് ബെഡ് കോഫി ഇട്ട് കൊടുക്കേണ്ടി വന്നു. ഇത്രയ്ക്കും ദുഷ്ടനോ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ടാത്ത ശീലങ്ങളൊക്കെ ശീലിപ്പിച്ചാൽ അവർക്കൊരു അവകാശമായിട്ട് തോന്നും. നമ്മൾ തന്നെ അവരെ ദുഷ്ടന്മാരാക്കുന്നത്. ഞാനൊന്ന് സേണായി നിന്നപ്പോ എല്ലാം മാറി. ഇപ്പൊ എന്റെ ഭർത്താവ് ബെഡ് കോഫിയുമായി എന്റെ മുന്നിലെത്തും. അത്ഭുതം തോന്നുന്നല്ലേ? നാളെ രാവിലെ ബെഡ് കോഫി കൊടുക്കാൻ വയ്യെന്ന് പറഞ്ഞൊന്ന് കിടന്നേ, അപ്പോഴറിയാം ഭർത്താവിന്റെ മട്ടും ഭാവും. ഇക്കാര്യത്തിൽ എല്ലാരും കണക്കാ. ഒന്നുമില്ലെങ്കിലും കുട്ടിയേക്കാൾ 5-6 കൂടുതലുണ്ടവളാണ് ഈ ചേച്ചി. വിഷപ്പാമ്പിനെ നമ്പാം, വേണമെങ്കിൽ കടിക്കണ പട്ടിയെ വാങ്ങാം. പക്ഷേ ഭർത്താവെന്ന് പറയുന്ന ഈ വർഗത്തെ മാത്രം വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് എന്റെ കുട്ടി. നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ മതി, അപ്പൊ തലേക്കറും. പിന്നെ മുതുകിലിരുന്നുള്ള ഭരണം, അതോടെ നമ്മുടെ ജന്മപാഴും. അമ്മ പെങ്ങന്മാരില്ലാത്ത കുട്ടിയല്ലേ, ആ സ്ഥാനത്ത് നിന്നാ മീര ചേച്ചി പറയുന്നത്. നാളെ രാവിലെ ചുമ്മാ അതൊന്ന് പരീക്ഷിച്ചു നോക്കിയേ, അപ്പോഴറിയാം ഭർത്താവിന്റെ തനി നിറം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓൾ ദി ബെസ്റ്റ്.